അഡ്വക്കേറ്റ് ധീരജ്. അപ്പോൾ അഡ്വക്കേറ്റ് ധീരജ് ഇത്രയും കാര്യങ്ങൾ കേട്ടു. നമ്മുടെ ആൾക്കാർ ഇതിൽ പെട്ടുപോകാതിരിക്കാനാണ് നമ്മുടെ ആഗ്രഹം. അതെ, ഇനിയും നാളെയും കേസുകൾ വരും. അതെ, നമ്മളെപ്പോലെ മടിയന്മാരല്ല ഇവര് വളരെ കഠിനാധ്വാനികളാണ്. നല്ല ലക്ഷ്യബോധത്തോടു കൂടി ഡേ ആൻഡ് നൈറ്റ് 24/7 അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. കറക്റ്റ് സൈക്കോളജി മനസ്സിലാക്കി സൈക്കോളജി PhD എടുത്തവരും, എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്നവരൊക്കെ ബുദ്ധിമാന്മാരാണ്. അവരൊരു കോക്കസ് ആണ്, ഒരു സിൻഡിക്കേറ്റ് ആണ് അവര്. അപ്പം അവരിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. കാരണം എത്ര അവയർനെസ് കൊടുത്താലും ഡേ ബൈ ഡേ തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ്റ്റ്. പുതിയ രീതിയാവും, പുതിയ രീതികൾ മാറി മാറി പരിചയമില്ലാത്ത രീതി. അപ്പൊ നമ്മൾക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഇനി അബദ്ധത്തിൽ പെട്ട് കഴിഞ്ഞവർ നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യണം. കാരണം റിക്കവറിയാണ് നമ്മളൊരു കോർ ഏരിയ. തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യണം നഷ്ടപ്പെട്ടത്. അപ്പം 1930 എന്നത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാറിനോട്. നമ്മൾ 24-ൽ എപ്പം സ്ക്രീനിൽ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ഫ്രോഡ്സ് എന്ന രീതിയിൽ 1930 എന്ന 4 നമ്പർ ഏത് സ്ക്രോൾ കാണിച്ചാൽ വളരെ എക്സാക്ട്ലി. കാരണം ഇതിൽ പെടുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എന്ത് ചെയ്യണം നെക്സ്റ്റ്. കാരണം റിക്കവറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1930-ലാണ്. 1930-ൽ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്ത് നാഷണൽ സൈബർ റിപ്പോർട്ടിംഗ് പോർട്ടൽ NCRP പോർട്ടലിൽ റെക്കോർഡായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ്ലി സാർ പറഞ്ഞ പോലെ അവർക്കൊരു ഹബ്ബാണത്. ദാറ്റ്സ് എ ഹബ്ബ്. അവിടെ എല്ലാ ബാങ്കുകളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ബാങ്കിലേക്കാണോ ലെയർ 1 നെക്സ്റ്റ് എമൗണ്ട് പോയിരിക്കുന്നത് അത് ഫ്രീസ് ചെയ്യാൻ പറ്റും. അതിനോട് തുറന്നു പോയിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റും. ഈ ഫ്രീസ് ചെയ്ത എമൗണ്ട്സ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ത്രൂ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. അപ്പം നമ്മൾ 1930 എന്ന നമ്പർ ആണ് ഫസ്റ്റ് പഠിച്ചേക്കുക. കാരണം എന്നാൽ മാത്രമേ ഈ ബുദ്ധിമാന്മാരെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. കാരണം അവർ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ രീതി കണ്ടുപിടിക്കും. കാരണം നമ്മളിങ്ങനെ ഷോ നടത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. ഇനി പുതിയൊരു തട്ടിപ്പ് സമയം കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പുതിയത് കണ്ടുപിടിക്കും സമയം കൊണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ താങ്കളൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണല്ലോ വർഷ. അപ്പോൾ വർഷ, ഈ നിങ്ങൾ സോഫ്റ്റ്വെയർ കൊണ്ട് നാട്ടുകാർ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥയാകും. സർ, ഇതിനകത്ത് ഉള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ ഫോൺ വിളിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി നമ്പേഴ്സ് ഇംപേഴ്സണേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഫോണിൽ കാണുന്ന നമ്പർ ആക്ച്വലി നമ്മുടെ കോളർ ID ആണ്. അപ്പം ഈ കോളർ ID എന്ന് പറയുന്ന സാധനം ഇപ്പം ഡിഫറെന്റ് കമ്പനീസിലൊക്കെ അവരുടെ എംപ്ലോയീസ് വിളിക്കുമ്പോൾ കമ്പനി നമ്പർ ആയിരിക്കും വരുന്നത്, ഡിഫറെന്റ് നമ്പർ. ഇത് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ AI ടൂൾസ് എല്ലാം വന്നുകൊണ്ട് തന്നെ ഇപ്പം 11 Labs എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. എനിക്ക് $10 $20 മന്ത്ലി കൊടുത്തു കഴിഞ്ഞാൽ